എല്ലാവർക്കും മാർബിൾ ഹോംസിന്റെ ഒരു പുതിയ വീഡിയോയിലേക്ക് സ്വാഗതം. ഞാൻ പ്രിയ. ഇന്ന് നമ്മൾ മാർബിൾ ഹോംസിലൂടെ കാണുന്ന വീട് സ്ഥിതി ചെയ്യുന്നത് എറണാകുളം ജില്ലയിലെ ഇടപ്പള്ളിക്കടുത്ത് മഞ്ഞുമൽ എന്ന് പറയുന്ന സ്ഥലത്താണ്. മെയിൻ റോഡിൽ നിന്നും വെറും 800 മീറ്റർ മാത്രമാണ് ഈ കാണുന്ന വില്ലകളിലേക്കുള്ള ദൂരം. നമുക്ക് ഈ വീട്ടിൽ നിന്നാൽ കണ്ടെയ്നർ റോഡിലൂടെ വാഹനങ്ങൾ പോകുന്നത് കാണാം. വെറും 400 മീറ്റർ മാത്രമാണ് ഈ കാണുന്ന വീട്ടിൽ നിന്നും കണ്ടെയ്നർ റോഡിലേക്കുള്ള ദൂരം വരുന്നത്. നമുക്ക് വീടിന്റെ എലിവേഷനൊക്കെ കാണുന്നതിനോടൊപ്പം തന്നെ ഓരോ സ്ഥലങ്ങളിലേക്കുള്ള ഡിസ്റ്റൻസ് എങ്ങനെയാണെന്നുള്ളത് നോക്കാം. ഈ വീട് നമ്മൾ പരിചയപ്പെടുത്തുന്ന ഈ ഒരു വീട് സ്ഥിതി ചെയ്യുന്നത് എറണാകുളം ജില്ലയിലെ ഇടപ്പള്ളിക്കടുത്ത മഞ്ഞുമൽ ബോയ്സ് എല്ലാവർക്കും അറിയുന്നതാണ്. ഫിലിമിലൂടെ വളരെ പ്രശസ്തമായ ഒരു സ്ഥലം തന്നെയാണ്. മഞ്ഞുമലാണ് ഈ കാണുന്ന വീട് സ്ഥിതി ചെയ്യുന്നത്. ഇവിടെ നിന്ന് നമുക്ക് അമൃത ഹോസ്പിറ്റലിലേക്ക് വെറും 4.5 കിലോമീറ്റേഴ്സ് മാത്രമാണ് ഡിസ്റ്റൻസ് വരുന്നത്. അപ്പോൾ ആസ്റ്റർ മെഡിസിറ്റി നോക്കുവാണെങ്കിൽ വെറും 4 കിലോമീറ്റേഴ്സ്, ആസ്റ്റർ മെഡിസിറ്റിയിലേക്ക് 4 കിലോമീറ്റർ മാത്രമാണ് ഡിസ്റ്റൻസ് വരുന്നത്. ഇടപ്പള്ളി ലുലു മാളിലേക്ക് നോക്കുവാണെങ്കിൽ വെറും 5.5 ആണ് ഡിസ്റ്റൻസ് വരുന്നത്. അതുപോലെ എയർപോർട്ടിലേക്ക് നമുക്ക് വളരെ എളുപ്പത്തിൽ എത്തിപ്പെടാം. 21 കിലോമീറ്റേഴ്സ്, 21 കിലോമീറ്റർ ട്രാവൽ ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് എയർപോർട്ടിലേക്ക് വളരെ ഈസി ആയിട്ട് എത്തിപ്പെടാവുന്നതാണ്. ഇപ്പൊ നമ്മൾ ഈ കണ്ടുകൊണ്ടിരിക്കുന്ന മഞ്ഞുമലുള്ള വീട്, അതിന്റെ ലാൻഡ് നോക്കുകയാണെന്നുണ്ടെങ്കിൽ 4.4 സെന്റ് ലാൻഡിലാണ് ഈ കാണുന്ന വീട് ചെയ്തിരിക്കുന്നത്. 2100 സ്ക്വയർ ഫീറ്റിലാണ് ഈ കാണുന്ന ഭംഗിയുള്ള വീട് ചെയ്തിരിക്കുന്നത്. ഈ കാണുന്ന വില്ലയുടെ ഫ്രണ്ടിലൂടെ പോകുന്ന റോഡ് നമുക്ക് നോക്കിയാൽ കാണാം, ഭംഗിയായിട്ട് ഇന്റർലോക്കിംഗ് ടൈലാണ് വിരിച്ചിരിക്കുന്നത്. ഇവിടെയൊക്കെ അടുത്തൊക്കെ ധാരാളം വീടുകളുള്ള ഏരിയയിൽ തന്നെയാണ് ഈ കാണുന്ന വില്ലകൾ സ്ഥിതി ചെയ്യുന്നത്. നമുക്കിപ്പോൾ ഇവിടെ 2 വില്ലകളാണ് പണി പൂർത്തിയായിക്കൊണ്ടിരിക്കുന്നത്. ഇപ്പൊ നമ്മൾ കണ്ടുകൊണ്ടിരിക്കുന്ന വില്ല കംപ്ലീറ്റ്ലി ഏകദേശം എല്ലാ വർക്കുകളും തന്നെ കഴിഞ്ഞ് സെയിലിനായിട്ട് ഇട്ടിരിക്കുകയാണ്. തൊട്ടടുത്ത് മറ്റൊരു വീടിന്റെ കൺസ്ട്രക്ഷൻ ഏകദേശം കഴിയാറായിട്ടുണ്ട്. ഈ കാണുന്ന ലാൻഡുകളിലൊക്കെ ഇനി ഓരോരോ വീടുകളായിട്ട് വരാനുള്ളതാണ്. അപ്പോൾ ഏകദേശം ഒരു 7-8 മാസത്തിനുള്ളിൽ ഇവിടെയൊക്കെ നിറയെ വില്ലകൾ വരുന്ന ഒരു ഏരിയയിലായിരിക്കും നമ്മുടെ ഈ ഒരു ഇന്ന് പരിചയപ്പെടുത്തുന്ന വീടും വരുന്നത്. കാമാൻ ക്വയറ്റായിട്ടും സൈലന്റും ഒക്കെ ആയിട്ടുള്ള ഏരിയയിലാണ് ഈ കാണുന്ന വീട് സ്ഥിതി ചെയ്യുന്നത്. ഈ വീടിന്റെ ഒരു ലുക്ക് നമുക്ക് കാണുകയാണെങ്കിൽ റോഡിന്റെ 2 സൈഡും ഷെയർ ചെയ്യുന്നുണ്ട്. ഏകദേശം ഒരു എൽ ഷേപ്പിൽ വരുന്ന ലാൻഡിൽ ഇരിക്കുന്നത് കൊണ്ട് തന്നെ നമുക്ക് ഈ വീട് അത്യാവശ്യം നല്ല ഭംഗിയായിട്ട് തന്നെ ഏത് സൈഡിൽ നിന്ന് നോക്കിയാലും കാണാവുന്നതാണ്. വീടിന്റെ ഒരു മതിലിൽ നിന്നൊക്കെ തന്നെ നമുക്ക് തുടങ്ങാം. വളരെ വലിയ ഒരു ഏരിയയിലാണ് നമുക്ക് ഇതിന്റെ മതിൽ കിട്ടുന്നത്. ഒരു എൽ ഷേപ്പിൽ ഇങ്ങനെ വളഞ്ഞു പോയിരിക്കുകയാണ് മതിൽ. അത് കംപ്ലീറ്റ് ആയിട്ട് തന്നെ ടെക്സ്റ്റൈൽ വർക്കുകൾ ചെയ്തിട്ടുണ്ട്. അതുകൂടാതെ എല്ലാ മതിലിന്റെ ഓരോ വോളിലും സ്പോട്ട് ലൈറ്റ് ഇട്ടിട്ടുണ്ട്. അതും കൂടാതെ നമുക്ക് അതിനിടയിലെല്ലാം തന്നെ GA പൈപ്പ് കൊണ്ട് ഭംഗിയായിട്ടുള്ള വർക്കുകളൊക്കെയാണ് ചെയ്തിരിക്കുന്നത്. മെയിൻ 2 പില്ലറുകളിൽ വന്നിട്ടും നല്ല ഭംഗിയുള്ള 2 ഷോ ലൈറ്റ് കൊടുത്തിട്ടുണ്ട്. വീടിന്റെ ഗേറ്റ് നോക്കുവാണെങ്കിൽ നമുക്ക് ഒരു സൈഡ് കംപ്ലീറ്റ് ആയിട്ട് സ്ലൈഡ് ചെയ്ത് നീക്കാവുന്ന രീതിയിലും മറ്റേ സൈഡ് ഫോൾഡ് ചെയ്ത് നീക്കാവുന്ന രീതിയിലുമാണ് കൊടുത്തിരിക്കുന്നത്. ആ കാണുന്ന നമുക്ക് അതിന്റെ ഒരു ഗേറ്റിന്റെ കുറച്ച് വർക്കുകൾ കൂടിയാണ് ഇനി കംപ്ലീറ്റ് ആവാനായിട്ട് ഉള്ളത്. വീടിന്റെ എലിവേഷൻ നിങ്ങൾ കണ്ടു, വളരെ ഭംഗിയായിട്ടാണ് ഒരു വൈറ്റ് ആൻഡ് ഒരു കോഫി ബ്രൗൺ കളറിലെ പെയിന്റ് ആണ് മെയിനായിട്ട് കൊടുത്തിരിക്കുന്നത്. അതിനിടയിലൊക്കെ ആ കോഫി ബ്രൗൺ കളറിന്റെ തന്നെ ടെക്സ്ചർ വർക്കുകൾ വരുന്നുണ്ട്. മുകളിൽ കുറച്ച് റെഡ് കളറിലുള്ള ടെക്സ്ചർ വർക്കുകൾ വരുന്നുണ്ട്. അത്യാവശ്യം വളരെ ഭംഗിയായ എലിവേഷനാണ് വീടിന് കൊടുത്തിരിക്കുന്നത്. വീട് നിറയെ LED ലൈറ്റ് ഫിറ്റിംഗ്സും കാര്യങ്ങളൊക്കെ കൊടുത്ത് ഭംഗിയാക്കിയിട്ടാണ് ചെയ്തിരിക്കുന്നത്. മെയിൻ ഗേറ്റ് തുറന്ന് നമ്മൾ നേരെ വരുന്നത് വീടിന്റെ കവേർഡ് ആയിട്ടുള്ള കാർ പോർച്ചിലേക്കാണ്. ഇവിടുത്തെ ഒരു സറൗണ്ടിങ് ഏരിയാസ് ഒക്കെ നോക്കിയാൽ തന്നെ നല്ല ഭംഗിയാണ് കാണാനായിട്ട്. കാരണം ഇവിടെ എല്ലാം തന്നെ ടൈലാണ് വിരിച്ചിരിക്കുന്നത്. ആ ടൈലിന്റെ ഇടയിലെല്ലാം ആർട്ടിഫിഷ്യൽ ഗ്രാസ് കൊടുത്തിട്ടുണ്ട്. സാധാരണ നമ്മൾ കാണുന്നത് പോലെ നിറയെ അങ്ങോട്ട് ഗ്രാസുകൾ വെക്കുകയല്ലാതെ ഓരോ കാണുന്ന ചെറിയ ചെറിയ പോർഷനുകളിൽ മാത്രമായിട്ടാണ് ഗ്രാസ് പിടിപ്പിച്ചിരിക്കുന്നത്. അത് തന്നെയാണ് ഇതിന്റെ നമുക്ക് പെട്ടെന്ന് നോക്കുമ്പോൾ തന്നെ വളരെ അട്രാക്ഷൻ ആയിട്ട് തോന്നുന്നത്. ഈ കാണുന്ന കവേർഡ് കാർ പോർച്ചിൽ നമുക്ക് ഒരു കാറ് പാർക്ക് ചെയ്യാനുള്ള സ്പേസ് കിട്ടുന്നുണ്ട്. ഒരു ചെറിയ കാറ് കൂടി നമുക്ക് അഡ്ജസ്റ്റ് ചെയ്ത് ആ കാണുന്ന ഓപ്പൺ സ്പേസിലും കൂടെ പാർക്ക് ചെയ്യാൻ പറ്റും. ടോട്ടൽ അപ്പോൾ നമുക്ക് 2 കാറുകൾക്ക് പാർക്ക് ചെയ്യാനുള്ള പാർക്കിംഗ് സ്പേസ് ആണ് ഈ കാണുന്ന വീട്ടിൽ കിട്ടുന്നത്. നമ്മൾ നേരെ കയറിയിട്ട് വീടിന് റൈറ്റ് സൈഡിലേക്ക് പോകുന്ന സമയത്ത് ഈ ഒരു പോർഷൻ വരെ നമുക്ക് ഇതുപോലെ ഈ ഭംഗിയായിട്ട് ടൈല് വിരിച്ചിട്ടുണ്ട്. ബാക്കിലേക്ക് തൽക്കാലം ഒന്നും ചെയ്തിട്ടില്ല. നമുക്ക് ആ ഒരു വർക്ക് കൂടെയാണ് ഇനി കംപ്ലീറ്റ് ആവാനായിട്ടുള്ളത്. ഇപ്പൊ അവിടെയെല്ലാം നിങ്ങൾക്ക് കാണാൻ പറ്റുന്നത് മണ്ണ് മാത്രമാണ്. ഇവിടെ നിന്ന് നേരെ നമ്മൾ ലെഫ്റ്റ് സൈഡിലേക്ക് പോകുന്ന സമയത്ത് അവിടെയാണ് ഞാൻ പറഞ്ഞത് ഒരു ചെറിയ കാർ നമുക്ക് അഡ്ജസ്റ്റ് ചെയ്ത് പാർക്ക് ചെയ്യാനുള്ള സ്പേസ് കിട്ടുന്നുണ്ട്. അവിടെ നിന്ന് നേരെ നമ്മൾ ബാക്ക് സൈഡിലേക്ക് പോകുന്ന സമയത്താണെങ്കിലും അവിടെയും ഇതുപോലെ തന്നെ ഒരു പോർഷൻ കഴിഞ്ഞാൽ ബാക്കി അങ്ങോട്ട് ഇപ്പൊ നമുക്ക് മണ്ണ് മാത്രമാണ് വിസിബിൾ ആയിട്ടുള്ളത്. അവിടെയുള്ള ടൈലിംഗ് വർക്കുകളും കൂടിയാണ് നമുക്കിനി കംപ്ലീറ്റ് ചെയ്യാനുള്ളത്. ഈ കാണുന്ന വഴി നേരെ ചെന്ന് എൻഡ് ചെയ്യുന്ന സ്ഥലത്ത് നിങ്ങൾക്ക് കിണർ കാണാം. ഇവിടെ നമുക്ക് വെള്ളത്തിനുള്ള സോഴ്സ് എന്ന് പറയുന്നത് കിണറുണ്ട്. അതുകൂടാതെ മറ്റൊരു ഓപ്ഷനായിട്ട് നമുക്ക് എടുക്കാവുന്നത് KWയുടെ വാട്ടർ കൂടിയാണ്. അപ്പോൾ ഈ വീടിന്റെ ഏകദേശം സറൗണ്ടിങ് ഏരിയാസിലുള്ള എല്ലാ കാര്യങ്ങളും നമ്മൾ കണ്ടു കഴിഞ്ഞു. നമുക്ക് ഇതിനകത്തേക്കൊക്കെ എങ്ങനെയാണെന്നുള്ളത് നോക്കാം.
ഇപ്പോൾ ഞാൻ നിൽക്കുന്നത് ഈ വീടിന്റെ സിറ്റ് ഔട്ടിലാണ്. സിറ്റ് ഔട്ടിന്റെ ഒരു പില്ലർ നോക്കി അറിയാം, ഭംഗിയായിട്ടുള്ള ടെക്സ്റ്റർ വർക്കാണ് ചെയ്തിരിക്കുന്നത്. സിറ്റ് ഔട്ട് വന്നിട്ട് നല്ല ലെങ്തി ആയിട്ടുള്ള സിറ്റ് ഔട്ട് ആണ്. നമുക്കൊരു 3 ചെയർ ഒക്കെ ഇടാനുള്ള സ്പേസ് ആണ് ഇവിടെ കിട്ടുന്നത്. ബ്ലാക്ക് കളറിലുള്ള ഗ്രാനൈറ്റിലാണ് സിറ്റ് ഔട്ട് ചെയ്തിരിക്കുന്നത്. വീട് കംപ്ലീറ്റ് ആയിട്ടും അതുപോലെ ഈ ഒരു സിറ്റ് ഔട്ടിന്റെ ആണെങ്കിലും പോർച്ചിന്റെ ആണെങ്കിലും സൈഡൊക്കെ നോക്കിയാൽ കാണാം നിറയെ LED ലൈറ്റ് ഫിറ്റിംഗ്സ് ഒക്കെയാണ് കൊടുത്തിരിക്കുന്നത്. ഈ കാണുന്നത് വീടിന്റെ മെയിൻ ഡോർ ആണ്. 2 പീസ് ആയിട്ടാണ് ഡോർ ചെയ്തിരിക്കുന്നത്. അത്യാവശ്യം നല്ല ഡിസൈനുകളും സിൽവർ ബീഡിങ്ങുകളൊക്കെ കൊടുത്തിട്ടുണ്ട്. 2 പീസ് ചെയ്തിരിക്കുന്ന ഈ ഒരു ഡോറിന്റെ ദർശനം വരുന്നത് വെസ്റ്റ് ഫേസിംഗ് ആയിട്ടാണ്. പടിഞ്ഞാറോട്ട് ദർശനമായിട്ടാണ് വീടിന്റെ മെയിൻ ഡോർ ചെയ്തിരിക്കുന്നത്. നേരെ നമ്മൾ വരുന്നത് വീടിനകത്തേക്ക് വരുന്ന സമയത്ത് ഇവിടുത്തെ ലിവിംഗ് സ്പേസിലേക്കാണ്. ലിവിംഗ് ഏരിയയിലേക്ക് വരുന്ന സമയത്ത് ഇവിടുത്തെ ഫ്ലോർ നോക്കുകയാണെന്നുണ്ടെങ്കിൽ വൈറ്റ് കളറിൽ ഒരു ചെറിയ ലൈറ്റ് ഡാർക്ക് ഡിസൈൻ വരുന്ന ടൈലാണ് കൊടുത്തിരിക്കുന്നത്. നല്ല നീളത്തിലും വീതിയിലും ഒക്കെ ഉള്ള ടൈലാണ് യൂസ് ചെയ്തിരിക്കുന്നത്. നമുക്ക് നേരെ കയറി വരുമ്പോൾ വിൻഡോസ് കാണാൻ പറ്റുന്നത് ഈ ഒരു ഭാഗത്താണ്. ഈ ഫ്രണ്ടിലെ ഈ ഒരു റൂമിൽ കാണുന്ന വിൻഡോ ഫ്രഞ്ച് മോഡൽ ആയിട്ടാണ് ചെയ്തിരിക്കുന്നത്. ഹാഫ് ഗ്ലാസും ഹാഫ് വുഡിലുമാണ്. പുറത്തേക്ക് പ്രൊജക്ട് ചെയ്ത് നിൽക്കുന്ന ഭാഗങ്ങളൊക്കെ മൾട്ടിവുഡ് കൊണ്ട് കവർ ചെയ്തിട്ടാണ് ചെയ്തിരിക്കുന്നത്. നമുക്ക് നേരെ കയറി വരുമ്പോൾ നമ്മളെ ഫേസ് ചെയ്ത് കാണാൻ പറ്റുന്നത് ഇവിടുത്തെ TV യൂണിറ്റ് ആണ്. നമുക്കിത് റിവോൾവ് ചെയ്യാവുന്ന രീതിയിലാണ്. ഗസ് നമുക്ക് ഇവിടെ ഈ ഒരു ലിവിംഗ് സ്പേസിൽ നിൽക്കുമ്പോഴും TV കാണാം. നമുക്കിത് നേരെ തിരിച്ച് ഡൈനിങ്ങിലേക്ക് മാറ്റണമെങ്കിൽ അവിടേക്കും നമുക്ക് വിസിബിൾ ആവുന്ന രീതിയിൽ അങ്ങോട്ടും ഇങ്ങോട്ടും റിവോൾവ് ചെയ്യാവുന്ന രീതിയിലാണ് TV യൂണിറ്റ് ചെയ്തിരിക്കുന്നത്. കംപ്ലീറ്റ് ആയിട്ട് മൾട്ടിവുഡിലാണ് ചെയ്തിരിക്കുന്നത്. മുകളിലൊക്കെ CNC കട്ടിങ്ങും അതുപോലെ LED ലൈറ്റ് ഫിറ്റിംഗ്സും ഒക്കെ കൊടുത്തിട്ടുണ്ട്. താഴെ നമുക്ക് ഒരുപാട് സ്റ്റോറേജ് ഫെസിലിറ്റി കിട്ടുന്ന രീതിയിലാണ് TV യൂണിറ്റ് അറേഞ്ച് ചെയ്തിരിക്കുന്നത്. കംപ്ലീറ്റ് ആയിട്ട് ഈ ഒരു എൻട്രൻസ് മുഴുവനായിട്ടും തന്നെ മൾട്ടിവുഡിൽ ഷെൽഫ് ഫെസിലിറ്റിയോട് കൂടിയിട്ടാണ് കൊടുത്തിരിക്കുന്നത്. ഇതിന്റെ റൂഫിൽ നോക്കുവാണെങ്കിലും ഭംഗിയായിട്ടുള്ള ഡിസൈനുകളും അതുപോലെ ഇടയ്ക്കിടയ്ക്ക് ചില സ്ക്വയർ ആയിട്ടുള്ള പീസുകളൊക്കെ കാണാം. മൾട്ടിവുഡ് കൊണ്ട് തന്നെയാണ് അതും ചെയ്തിരിക്കുന്നത്. LED സ്ട്രിപ്പുകളൊക്കെ ഇട്ട് ഭംഗിയാക്കിയിട്ടുണ്ട്. അതുകൂടാതെ ഷോ ലൈറ്റുകളും ഒക്കെ കൊടുത്തിട്ടാണ് ഈ ഒരു ലിവിംഗ് സ്പേസ് ഭംഗിയാക്കിയിരിക്കുന്നത്. നല്ല സ്പേഷ്യസ് ആയിട്ടുള്ള ലിവിംഗ് സ്പേസ് കൂടിയാണ് നമുക്ക് അവിടെ കിട്ടിയിരിക്കുന്നത്. ഏകദേശം ഒരു 7-8 പേരെ വരെയൊക്കെ നമുക്ക് അവിടെ അക്കോമഡേറ്റ് ചെയ്യാൻ പറ്റുന്നുണ്ട്. അവിടെ നിന്ന് നമ്മൾ നേരെ വരുന്നത് ഇവിടുത്തെ ഡൈനിങ് ഏരിയയിലേക്കാണ്. നല്ല ലെങ്തി ആയിട്ടുള്ള ഒരു ഡൈനിങ് സ്പേസ് ആണ് നമുക്ക് ഇവിടെ കിട്ടുന്നത്. 10 പേരെ വരെ നമുക്ക് ഇവിടെ അക്കോമഡേറ്റ് ചെയ്യാൻ പറ്റുന്ന വലിയൊരു സ്പേസ് തന്നെയാണ് നമുക്ക് ഇവിടെ കിട്ടുന്നത്. ഇവിടെ നിൽക്കുന്ന സമയത്ത് ഈ ഒരു റൈറ്റ് സൈഡിൽ നിങ്ങൾക്ക് നോക്കിയാൽ കാണാം മുകളിലേക്ക് പോകാനുള്ള സ്റ്റെയർ കേസ് ആണ് ഇവിടെ നിന്ന് തുടങ്ങുന്നത്. സ്റ്റെയർ കേസിന്റെ ഹാൻഡ് റെയിൽസ് ഒക്കെ വന്നിട്ട് ഭംഗിയായിട്ട് സ്റ്റെയിൻലെസ് സ്റ്റീലിലാണ് ചെയ്തിരിക്കുന്നത്. അതിന്റെ ഇന്നർ പോർഷൻസ് എല്ലാം സ്റ്റെയിൻലെസ് സ്റ്റീലിന്റെ തന്നെ ബാറുകളിട്ട് സേഫ് ആക്കിയിട്ടാണ് കവർ ചെയ്തിരിക്കുന്നത്. അതിന് താഴെയുള്ള ഭാഗം നോക്കിയാലും മൾട്ടിവുഡ് കൊണ്ട് കബോർഡുകളൊക്കെ ആയിട്ട് തിരിച്ചിട്ടുണ്ട്. ഇൻവെർട്ടേഴ്സ് ഒക്കെ വെക്കാനും നമുക്ക് ഒരുപാട് സ്റ്റോറേജ് സ്പേസ് കിട്ടുന്ന രീതിയിലാണ് ഇവിടെ എല്ലാം തന്നെ കവർ ചെയ്ത് പോയിരിക്കുന്നത്. ഡൈനിങ് ഏരിയയിൽ നമുക്കിനി കാണാനുള്ളത് വാഷ് ഏരിയ ആണ്. ഈ ഭാഗത്തായിട്ടാണ് വാഷ് ഏരിയ വരുന്നത്. മൾട്ടിവുഡ് കൊണ്ട് തന്നെ സെപ്പറേറ്റ് ഒരു സ്പേസിനകത്താണ് വാഷ് ബേസിൻ വെച്ചിരിക്കുന്നത്. ബ്ലാക്ക് കളറിലുള്ള ഒരു യൂണിറ്റ് ആണ് വാഷ് ബേസിനായിട്ട് അവിടെ വെച്ചിരിക്കുന്നത്. അതിന്റെ ബാക്ക്ഗ്രൗണ്ട് ഒക്കെ നോക്കുവാണെങ്കിലും കാണാൻ ബ്ലാക്ക് ആൻഡ് വൈറ്റ് കളറുള്ള ടൈലാണ് കൊടുത്തിരിക്കുന്നത്. വലിയൊരു റൗണ്ട് മിററും അതിന്റെ മുകളിലൊക്കെ ആണെങ്കിലും ലൈറ്റ് ഫിറ്റിംഗ്സ് കൊടുത്തിട്ടുണ്ട്. താഴെയാണെന്നുണ്ടെങ്കിലും കാണാം കബോർഡുകളായിട്ട് തിരിച്ചിട്ട്. ഈ വാഷ് ബേസിൻ ഇരിക്കുന്നത് തന്നെ ഒരു ബ്ലാക്ക് കളറിലുള്ള ഗ്രാനൈറ്റിലാണ്. ഇവിടുത്തെ നമുക്ക് വാഷ് ബേസിൻ ആണെങ്കിലും അതുപോലെ തന്നെ ബാത്റൂം ഫിറ്റിംഗ്സ് ഒക്കെ ആണെങ്കിലും സൊമാനി എന്ന ബ്രാൻഡിന്റെയാണ് യൂസ് ചെയ്തിരിക്കുന്നത്. ഡൈനിങ് സ്പേസിന്റെ നേരെ മുകളിലേക്ക് നോക്കുവാണെങ്കിൽ കാണാം നിറയെ വുഡൻ പാനലിങ്ങുകളാണ് ചെയ്തിരിക്കുന്നത്. മൾട്ടിവുഡ് കൊണ്ട് തന്നെ വളരെ ഭംഗിയായിട്ടുള്ള വുഡൻ പാനലിങ്ങുകൾ കൊടുത്തിട്ട് അതിനിടയിലൊക്കെ LED ലൈറ്റ് ഫിറ്റിംഗ്സ് കൊടുത്തിട്ടുണ്ട്. വലുതും ചെറുതുമായിട്ടുള്ള ഒരുപാട് ലൈറ്റ് ഫിറ്റിംഗ്സും ബോർഡിലൊക്കെ ആണെങ്കിൽ ഷോ ലൈറ്റുകളൊക്കെ കൊടുത്തിട്ട് തന്നെയാണ് ഡൈനിങ് ഏരിയ ഭംഗിയാക്കിയിരിക്കുന്നത്. നമുക്ക് ഇവിടെ നിൽക്കുന്ന സമയത്ത് ഇവിടെ താഴെ നമുക്ക് 2 ബെഡ്റൂമുകളാണ് ഉള്ളത്. ഈ നിൽക്കുന്ന ഈ ഡൈനിങ് സ്പേസിന്റെ ഈ ഒരു ഭാഗത്തായിട്ട് നമുക്കൊരു ബെഡ്റൂം കിട്ടുന്നുണ്ട്. ബെഡ്റൂമിന്റെ ഡോറുകളുടെ ഒക്കെ പാറ്റേൺ വന്നിട്ട് ഇങ്ങനെയാണ് ചെയ്തിരിക്കുന്നത്. നമുക്ക് ഇവിടുത്തെ താഴത്തെ നിലയിൽ 2 ബെഡ്റൂമുകളുണ്ട്. ഈ 2 സെമി ഫർണിഷ്ഡ് ആയിട്ടാണ് ചെയ്തിരിക്കുന്നത്. ഈ ഒരു ബെഡ്റൂമിലേക്ക് വരുന്ന സമയത്ത് ഇതിന്റെ സൈസ് നോക്കുവാണെങ്കിൽ 12x12 ഫീറ്റ് 12x12 ഫീറ്റിലാണ് ഈ കാണുന്ന ബെഡ്റൂം ചെയ്തിരിക്കുന്നത്. ഓൾറെഡി ഇവിടെ ഒരു കോട്ട് ചെയ്തിട്ടിട്ടുണ്ട്. ഭംഗിയായിട്ട് ഈ ഒരു ഹെഡ് പോർഷൻ വരുന്ന ഭാഗത്തൊക്കെ ഫോം ആണ് കൊടുത്തിരിക്കുന്നത്. അതിന്റെ 2 സൈഡിൽ നമുക്ക് റിമൂവ് ചെയ്യാവുന്ന രീതിയിലുള്ള 2 ചെറിയ ടേബിൾ സ്പേസ് നമുക്ക് കിട്ടുന്നുണ്ട്. ഇതിനകത്തൊക്കെ നമുക്ക് സ്റ്റോറേജ് സ്പേസ് കിട്ടുന്ന രീതിയിലാണ് ഇത് ചെയ്തിരിക്കുന്നത്. ഈ ഒരു കോട്ട് ഇട്ടിരിക്കുന്നതിന്റെ 2 ഭാഗത്തായിട്ട് നമുക്ക് 2 സിംഗിൾ വിൻഡോസ് കിട്ടുന്നുണ്ട്. അതുകൂടാതെ ഈ ഭാഗത്തായിട്ട് 3 വിൻഡോസുമാണ് ചെയ്തിരിക്കുന്നത്. വിൻഡോസിന്റെ എല്ലാം പുറത്തേക്ക് പ്രൊജക്ട് ചെയ്ത് നിൽക്കുന്ന ഭാഗം നോക്കിയാൽ കാണാം എല്ലാം തന്നെ കവർ ചെയ്തിട്ട് മൾട്ടിവുഡിൽ വളരെ നീറ്റ് ആയിട്ടാണ് ചെയ്തിരിക്കുന്നത്. ഈ ഒരു ഭാഗത്തായിട്ടാണ് നമുക്ക് വാർഡ്രോബ് കിട്ടുന്നത്. ഒരു ട്രഡീഷണൽ വുഡിന്റെ ഒരു മോഡൽ തന്നെയാണ് അത് കണ്ടിന്യൂ ചെയ്ത് വന്നിരിക്കുന്നത്. 3ആയിട്ട് തുറക്കാവുന്ന ഷെൽഫുകളും അതിന്റെ മുകളിൽ നമുക്ക് സ്റ്റോറേജ് സ്പേസ് കിട്ടുന്നുണ്ട്. താഴെയുണ്ട്. അതുകൂടാതെ ഈ ഒരു ഭാഗത്ത് ഡ്രസ്സിംഗ് ടേബിൾ കൂടി അറ്റാച്ച് ചെയ്തിട്ടാണ് വാർഡ്രോബ് ചെയ്തിരിക്കുന്നത്. റൂഫിലേക്ക് നോക്കുവാണെങ്കിലും നല്ല ഭംഗിയുള്ള ഡിസൈനുകളും ലൈറ്റ് ഫിറ്റിംഗ്സും ഒക്കെയാണ് റൂഫിൽ കൊടുത്തിരിക്കുന്നത്. എല്ലാ റൂമുകളിലും നല്ല ഭംഗിയായിട്ടുള്ള ഷോ ലൈറ്റും കൊടുത്തിട്ടുണ്ട്. ഇവിടുത്തെ അറ്റാച്ച്ഡ് ബാത്റൂം വരുന്നത് ഈ ഒരു ഭാഗത്താണ്. നല്ല ഭംഗിയുള്ള ബ്രൗൺ കളറിലുള്ള ഒരു ഡോറാണ് കൊടുത്തിരിക്കുന്നത്.
ബാത്റൂമിനകത്തേക്ക് നോക്കുവാണെങ്കിൽ ബ്ലാക്ക് ആൻഡ് വൈറ്റ് കളറുള്ള ടൈലാണ് വോളിലൊക്കെ ആയിട്ട് യൂസ് ചെയ്തിരിക്കുന്നത്. മോഡേൺ രീതിയിലുള്ള എല്ലാ ഫെസിലിറ്റീസും കൊടുത്തിട്ട് തന്നെയാണ് ബാത്റൂമിനകത്തുള്ള ഫിറ്റിംഗ്സ് എല്ലാം തന്നെ ചെയ്തിരിക്കുന്നത്. നമുക്ക് ഇതിന് തൊട്ടടുത്ത് വരുന്നത് കിച്ചൺ ആണ്. കിച്ചണിലേക്ക് പോകുന്നതിന് മുമ്പായിട്ട് നമുക്ക് ഇവിടെ ഒരു ബെഡ്റൂം ഉണ്ട്, അതുകൂടെ നമുക്കൊന്ന് കണ്ടിട്ട് വരാം. ഈ ഭാഗത്തായിട്ടാണ് താഴത്തെ ഫ്ലോറിലുള്ള രണ്ടാമത്തെ ബെഡ്റൂം വരുന്നത്. നേരത്തെ കണ്ടതുപോലെ തന്നെ സെമി ഫർണിഷ്ഡ് ആയിട്ടാണ് ഈ ഒരു ബെഡ്റൂമും ചെയ്തിരിക്കുന്നത്. ഇതിന്റെ ഒരു വോള് മാത്രം ലൈറ്റ് ഗ്രീൻ ഷെയ്ഡ് പെയിന്റ് ആണ് കൊടുത്തിരിക്കുന്നത്. അതിന്റെ രണ്ട് ഭാഗത്തായിട്ട് വിൻഡോസ് വരുന്നുണ്ട്. ആ കാണുന്ന ഒരു വോളിൽ 3 വിൻഡോസും ആയിട്ടാണ് ചെയ്തിരിക്കുന്നത്. കോട്ട് ഓൾറെഡി ചെയ്തിട്ടുണ്ട്. അവിടെ കണ്ട സെയിം കോട്ട് തന്നെ ഈ ഒരു ഭാഗത്ത് ഹെഡ് പോർഷനിൽ ഇതുപോലെ ഒരു ഫോം ഒക്കെ കൊടുത്തിട്ടുണ്ട്. അതുകൂടാതെ നമുക്ക് റിമൂവ് ചെയ്യാവുന്ന 2 ചെറിയ ക്യാബിനറ്റ്സ് കൂടി ഇവിടെ ഇതുപോലെ അറേഞ്ച് ചെയ്തിട്ടുണ്ട്. വാർഡ്രോബ് വരുന്നത് ആ ഒരു ഭാഗത്തായിട്ടാണ്. നേരത്തെ കണ്ട സെയിം ഡിസൈൻ തന്നെയാണ് കൊടുത്തിരിക്കുന്നത്. ഇവിടെയും നമുക്ക് ഡ്രസ്സിംഗ് ടേബിൾ അതിനോട് കൂടി തന്നെ അറ്റാച്ച് ചെയ്തിട്ടാണ് ചെയ്തിരിക്കുന്നത്. ഇതിന്റെ റൂഫിൽ നോക്കുവാണെങ്കിലും കാണാം ഭംഗിയായിട്ടുള്ള LED സ്ട്രിപ്പുകളൊക്കെ കൊടുത്തിട്ട് നല്ല ഒരുപാട് ആർഭാടമായിട്ടല്ല, നല്ല ആവശ്യത്തിനുള്ള വർക്കുകൾ മാത്രം കൊടുത്തിട്ടാണ് റൂഫിങ് ചെയ്തിരിക്കുന്നത്. അറ്റാച്ച്ഡ് ബാത്റൂം വരുന്നത് ഈ ഒരു ഭാഗത്തായിട്ടാണ്. ഡോറുകളുടെ ഒക്കെ പാറ്റേൺ സെയിം ആണ്. നമ്മൾ ഇതിനകത്തേക്ക് നോക്കുവാണെങ്കിൽ വളരെ സ്പേഷ്യസ് ആയിട്ടുള്ള ഒരു ബാത്റൂമാണ് നമുക്ക് കിട്ടുന്നത്. ഒരു വുഡൻ കളറിലെ ടൈലും അതുപോലെ വൈറ്റ് കളറും കൂടെയുള്ള കോമ്പിനേഷൻ ആയിട്ടാണ് ബാത്റൂമിനകത്തുള്ള ടൈലുകളൊക്കെ തന്നെ ചെയ്തിരിക്കുന്നത്. വീണ്ടും അവിടുന്ന് തിരിച്ച് നമ്മൾ ഈ ഒരു ഡൈനിങ് സ്പേസിലാണ് വന്നിരിക്കുന്നത്. ഇനി നമുക്ക് കാണാനുള്ളത് കിച്ചൺ ആണ്. കിച്ചൺ നിങ്ങൾക്ക് അവിടെ നിന്നേ തന്നെ കാണാം, ഭംഗിയായിട്ടാണ് ചെയ്തിരിക്കുന്നത്. ഓപ്പൺ കിച്ചൺ ആയിട്ട് തന്നെയാണ് ചെയ്തിരിക്കുന്നത്. എൻട്രൻസ് കംപ്ലീറ്റ് ആയിട്ട് മൾട്ടിവുഡ് കൊണ്ട് ഏറ്റവും മുകളിൽ CNC കട്ടിങ് വന്നിട്ടുണ്ട്. 2 ഭംഗിയുള്ള ഹാങ്ങിങ് ലൈറ്റ് കൊടുത്തിട്ടുണ്ട്. താഴെയുള്ള കൗണ്ടർ പോർഷൻ നോക്കുവാണെങ്കിലും കാണാം നല്ല ഭംഗിയുള്ള ഡിസൈനുകളൊക്കെ കൊടുത്തിട്ട് LED സ്ട്രിപ്സ് ഒക്കെയാണ് അതിനകത്തൂടെ ഇട്ടിരിക്കുന്നത്. നമുക്ക് നല്ല സ്പേഷ്യസ് ആയിട്ടുള്ളൊരു കിച്ചൺ ആണ് ഇവിടെ കിട്ടുന്നത്. കിച്ചണിനകത്തെ കബോർഡുകളൊക്കെ ആ ഒരു നമുക്ക് നോക്കുവാണെന്നുണ്ടെങ്കിൽ അതിന്റെ ഷെയ്ഡ് വന്നിട്ട് ഒരു പ്ലാറ്റിനം ആൻഡ് ഒരു സിൽവർ കളറിലെ കോമ്പിനേഷനിലായിട്ടാണ് കിച്ചൺ ക്യാബിനറ്റ്സ് എല്ലാം തന്നെ ചെയ്തിരിക്കുന്നത്. കിച്ചന്റെ സറൗണ്ടിങ് ഏരിയാസ് ഒക്കെ വന്നിട്ട് ഒരു വൈറ്റ് ആൻഡ് വുഡ് കളർ വരുന്ന ഷെയ്ഡാണ് ടൈലുകൾക്കായിട്ട് യൂസ് ചെയ്തിരിക്കുന്നത്. നമുക്ക് വിൻഡോസ് നോക്കിയാൽ കാണാം 3 വിൻഡോസ് ആണ് ആ ഒരു ഭാഗത്ത് ചെയ്തിരിക്കുന്നത്. അതുകൂടാതെ നമുക്ക് ഇതിന് സിങ്ക് വിത്ത് പൈപ്പ് കണക്ഷൻ വരുന്നത് ഈ ഭാഗത്താണ്. ബ്ലാക്ക് കളറിലുള്ള ഗ്രാനൈറ്റ് ആണ് ഇവിടെ യൂസ് ചെയ്തിരിക്കുന്നത്. കിച്ചന്റെ ഒരു മുകളിലേക്ക് നോക്കിയാൽ നിങ്ങൾക്ക് കാണാൻ നല്ല ഭംഗിയുള്ള ഒരു റൗണ്ട് ഷേപ്പിലുള്ള ഒരു ഹാങ്ങിങ് ലൈറ്റ് അവിടെ കൊടുത്തിട്ടുണ്ട്. റൂഫിലും അത്യാവശ്യത്തിനുള്ള വർക്കുകൾ വന്നിട്ട് തന്നെയാണ് കിച്ചണും ചെയ്തിരിക്കുന്നത്. കിച്ചണിൽ നിന്നുള്ള ഡോർ തുറന്ന് നമ്മൾ നേരെ ഇറങ്ങുന്നത് വർക്ക് ഏരിയ സ്പേസിലേക്കാണ്. ഇപ്പോൾ ആ സ്പേസ് ഓപ്പൺ ആയിട്ടാണ് ചെയ്തിരിക്കുന്നത്. നമുക്ക് ബിൽഡറുമായിട്ട് സംസാരിച്ചിട്ട് വർക്ക് ഏരിയയുടെ കാര്യങ്ങളൊക്കെ തീർച്ചയായിട്ടും ചെയ്യാവുന്നതാണ്. താഴെയുള്ള ഏകദേശം എല്ലാം നമ്മൾ കണ്ടു കഴിഞ്ഞു. നമുക്കിനി മുകളിൽ എന്തൊക്കെയാണെന്നുള്ളതാണ് അറിയേണ്ടത്. മുകളിലേക്ക് പോകുന്ന സമയത്ത് നമ്മൾ കയറി പോകുമ്പോൾ ലെഫ്റ്റ് സൈഡിലായിട്ട് നമുക്ക് 3 വിൻഡോസ് ആണ് കിട്ടുന്നത്. സ്റ്റെപ്സുകളെ കുറിച്ചും ഹാൻഡ് റെയിലിനെ കുറിച്ചൊക്കെ ഞാൻ ഓൾറെഡി പറഞ്ഞു. സ്റ്റെപ്പ് കയറി പോകുന്ന സമയത്ത് ലെഫ്റ്റ് സൈഡിലുള്ള വോള് നോക്കിയാൽ കാണാം ഒരു ആഷ് കളറുള്ള ഭംഗിയുള്ള ഒരു പെയിന്റ് ആണ് കൊടുത്തിരിക്കുന്നത്. അതുകൂടാതെ സ്റ്റെപ്പ് കയറി നമ്മൾ മുകളിലത്തെ ഒരു പോർഷനിൽ വരുന്ന സമയത്ത് ഇവിടെയും നമുക്ക് ഫ്രഞ്ച് മോഡലിലുള്ള 2 വിൻഡോസ് ആണ് കാണാൻ പറ്റുന്നത്. ഇവിടെ നിന്നാണ് നമ്മൾ സ്റ്റെപ്പ് കയറി മുകളിലേക്ക് വന്നത്. സ്റ്റെപ്പ് കയറി വരുന്ന സമയത്ത് ഇവിടെ നമുക്ക് വലിയൊരു ഹാളാണ് കിട്ടുന്നത്. അത്യാവശ്യം നല്ല സ്പേഷ്യസ് ആയിട്ടുള്ള വലിയ ഹാള് തന്നെയാണ് നമുക്ക് ഇവിടെ കിട്ടുന്നത്. ഈ ഒരു ഹാളിൽ നമുക്ക് TV വെക്കാനുള്ള അറേഞ്ച്മെന്റ് ചെയ്തിരിക്കുന്നത് ഈ ഒരു ഭാഗത്താണ്. നമ്മുടെ അപ്പർ ലിവിംഗ് സ്പേസ് നമുക്ക് കിട്ടുന്നത് ഇവിടെയാണ്. മൾട്ടിവുഡ് കൊണ്ട് വളരെ സിമ്പിൾ ആയിട്ടും എന്നാൽ നമുക്ക് ആവശ്യത്തിനുള്ള ഫെസിലിറ്റികളൊക്കെ കിട്ടിക്കൊണ്ട് തന്നെ നല്ല ഭംഗിയായിട്ടുള്ളൊരു TV യൂണിറ്റ് ആണ് ഇവിടെ അറേഞ്ച് ചെയ്തിരിക്കുന്നത്. ഇതിന്റെ റൈറ്റ് സൈഡിലായിട്ട് നമുക്ക് 3 വിൻഡോസ് കിട്ടുന്നുണ്ട്. അതും ഫ്രഞ്ച് മോഡലിൽ തന്നെയായിട്ടാണ് ചെയ്തിരിക്കുന്നത്. ഈ ഒരു ഹാളിന്റെ മുകളിലേക്ക് നോക്കിയാൽ കാണാം ഭംഗിയായിട്ടുള്ള വർക്കുകളൊക്കെയാണ് ചെയ്തിരിക്കുന്നത്. അതുകൂടാതെ സ്റ്റെപ്പ് കയറി വന്ന ഈ ഒരു ഭാഗത്ത് നോക്കുവാണെങ്കിലും വളരെ ഭംഗിയുള്ള ഒരു ഷാൻലിയർ ആണ് ഇവിടെ ഹാങ് ചെയ്തിരിക്കുന്നത്. താഴെ നമ്മൾ 2 ബെഡ്റൂമുകളാണ് കണ്ടത്. നമുക്കിനി മുകളിൽ 2 ബെഡ്റൂമുകളാണ് കാണാനുള്ളത്. സ്റ്റെപ്പ് കയറി വരുന്ന വഴിക്ക് ഈ ഭാഗത്തായിട്ട് നമുക്കൊരു ബെഡ്റൂം കിട്ടുന്നുണ്ട്. ബെഡ്റൂമിന്റെ ഡോറുകളുടെയൊക്കെ പാറ്റേൺ സെയിം ആയിട്ട് തന്നെയാണ് ചെയ്തിരിക്കുന്നത്. ഇവിടെ നമുക്ക് നല്ല സ്പേഷ്യസ് ആയിട്ടുള്ള ഒരു ബെഡ്റൂം കിട്ടുന്നുണ്ട്. ഇതിന്റെ സൈസ് നോക്കുവാണെങ്കിൽ 14x10 14-10 ഫീറ്റിലാണ് ഈ കാണുന്ന ബെഡ്റൂം ചെയ്തിരിക്കുന്നത്. നേരെ നോക്കുമ്പോൾ നമുക്ക് ഇവിടെ 3 വിൻഡോസ് കാണാം. അതുകൂടാതെ കുറച്ച് ഡിഫറെന്റ് ആയിട്ടുള്ള കളർ കൊടുത്തിരിക്കുന്ന പെയിന്റ് കൊടുത്തിരിക്കുന്ന ഈ ഒരു വോളിൽ 2 സിംഗിൾ വിൻഡോസും ആയിട്ടാണ് നമുക്ക് കിട്ടുന്നത്. മുകളിലാണെങ്കിലും സിമ്പിൾ ആയിട്ടുള്ള റൂഫിംഗ് വർക്കുകളും ലൈറ്റ് ഫിറ്റിംഗ്സും ഒക്കെയാണ് കൊടുത്തിരിക്കുന്നത്. ഈ ഒരു ഭാഗത്തായിട്ടാണ് ആ ഒരു സെയിം വാർഡ്രോബ് തന്നെയാണ് ഇവിടെയും കൊടുത്തിരിക്കുന്നത്. അതിനോട് കൂടി തന്നെ അറ്റാച്ച് ചെയ്തിട്ട് തന്നെയാണ് നമുക്ക് ഡ്രസ്സിംഗ് ടേബിൾ കൂടി കിട്ടുന്നത്. ഇവിടുത്തെ അറ്റാച്ച്ഡ് ബാത്റൂം വരുന്നത് ആ ഒരു ഭാഗത്തായിട്ടാണ്. ബാത്റൂമിനകത്തുള്ള ടൈലുകളുടെ കളർ കോമ്പിനേഷൻ നോക്കുവാണെങ്കിൽ ബ്ലാക്ക് ആൻഡ് വൈറ്റ് ആയിട്ടാണ് ചെയ്തിരിക്കുന്നത്. താഴെ കണ്ടതുപോലെ തന്നെ സ്പേഷ്യസുമാണ്. എല്ലാ സൗകര്യങ്ങളും കൊടുത്തിട്ട് തന്നെയാണ് ബാത്റൂം ചെയ്തിരിക്കുന്നത്.
ഈ ഒരു ബെഡ്റൂമിൽ നിന്ന് നമ്മൾ ഇറങ്ങിയിട്ട് നേരെ വരുന്നത് നമുക്ക് നേരെ ഇവിടെ ഫേസ് ചെയ്തുകൊണ്ടൊരു റൂം കാണാം. അതുകൂടാതെ ഈ ഭാഗത്തൊരു റൂം കിട്ടുന്നുണ്ട്. ഇവിടെ ആയിട്ട് ചെറിയൊരു സ്പേസ് കാണുന്നുണ്ട്. നമുക്ക് ഈ ഒരു സൈഡിൽ നിന്ന് തന്നെ തുടങ്ങാം. ഈ ഒരു സ്റ്റെയർ കേസ് കയറി വന്ന് നമ്മൾ ഇവിടേക്ക് പോകുന്ന സമയത്ത് അവിടെ നമുക്കൊരു ഡോറ് കാണാം. അത് മുകളിലേക്ക് പോകാനുള്ള ടെറസിലേക്ക് പോകാനുള്ള സ്റ്റെപ്പാണ്. അവിടെ വേറെ നമുക്കൊന്നും കാണിച്ചു തരാനായിട്ടില്ല, സ്റ്റെപ്സ് മാത്രമാണ്. സ്റ്റെപ്പ് കയറി നേരെ മുകളിൽ ചെല്ലുമ്പോൾ നമുക്ക് അവിടെ ഓപ്പൺ ടെറസ് ആണ് കാണാൻ പറ്റുന്നത്. ഈ ഭാഗത്തായിട്ട് നമുക്കൊരു ഡോറ് വരുന്നുണ്ട്. ഇത് തുറന്ന് നമ്മൾ വരുന്നത് ഇവിടുത്തെ യൂട്ടിലിറ്റി സ്പേസിലേക്ക്. കംപ്ലീറ്റ് ആയിട്ട് കോൺക്രീറ്റ് ചെയ്തിട്ട് സേഫ് ആയിട്ടാണ് യൂട്ടിലിറ്റി ഏരിയ ചെയ്തിരിക്കുന്നത്. റൂഫിലൊക്കെ ആണെങ്കിലും ചെറിയ വർക്കുകളും ലൈറ്റ് ഫിറ്റിംഗ് ഒക്കെ വരുന്നുണ്ട്. ഇവിടെ നമുക്ക് 3 വിൻഡോസ് കിട്ടുന്നുണ്ട്. നമുക്ക് വാഷ് മെഷീൻ വയ്ക്കാനുള്ള അറേഞ്ച്മെന്റ്സും വേസ്റ്റ് വാട്ടർ പോകാനുള്ള ലൈനും പൈപ്പും എല്ലാം തന്നെ ഇവിടെയാണ് കൊടുത്തിരിക്കുന്നത്. നമ്മൾ മുകളിലെ ഒരു ബെഡ്റൂം ആണ് കണ്ടത്. നമുക്കിനി കാണാനുള്ളത് ഫൈനൽ ആൻഡ് ലാസ്റ്റ് 4th ബെഡ്റൂം ആണ്. അത് ഈ ഒരു ഭാഗത്തായിട്ടാണ് വരുന്നത്. ഈ ഒരു ബെഡ്റൂമിന്റെ സൈസ് നോക്കുവാണെങ്കിൽ 13x12 ഫീറ്റിലാണ് ഇത് ചെയ്തിരിക്കുന്നത്. 13-12 ഫീറ്റ് ആണ് ഈ കാണുന്ന ബെഡ്റൂമിന്റെ സൈസ് വരുന്നത്. ഇവിടെ 3 വിൻഡോസ് വരുന്നുണ്ട്. ഇവിടെ 2 സിംഗിൾ വിൻഡോസും ആയിട്ടാണ് ചെയ്തിരിക്കുന്നത്. റൂഫിലാണെങ്കിലും ഭംഗിയുള്ള വർക്കുകളും ലൈറ്റ് ഫിറ്റിംഗും ഒക്കെയാണ് ചെയ്തിരിക്കുന്നത്. വാർഡ്രോബ് വരുന്നത് ഈ ഒരു കോർണർ ഭാഗത്തായിട്ട് സെയിം ഡിസൈനിലും മോഡലിലും ഒക്കെ തന്നെ ഡ്രസ്സിംഗ് ടേബിളോട് കൂടിയിട്ട് തന്നെയാണ് അതും ചെയ്തിരിക്കുന്നത്. ഇവിടുത്തെ ബാത്റൂമിനകത്തേക്ക് നോക്കുവാണെങ്കിൽ ടൈലുകൾ വന്നിട്ട് ഒരു വുഡൻ കളറും വൈറ്റും കൂടിയ കോമ്പിനേഷനിൽ നമ്മൾ താഴെ കണ്ട ഒരു ബാത്റൂമിന്റെ പോലെ തന്നെയാണ് ചെയ്തിരിക്കുന്നത്. ബാത്റൂമുകളെല്ലാം അത്യാവശ്യത്തിനുള്ള നല്ല ലെങ്ത്തും വിഡ്ത്തും ഒക്കെ ഇട്ടിട്ട് തന്നെയാണ് ചെയ്തിരിക്കുന്നത്. തിരിച്ച് നമ്മൾ വീണ്ടും ഇവിടുത്തെ ഒരു ഹാളിലാണ് വന്നിരിക്കുന്നത്. ഇനി നമുക്ക് കാണാനുള്ളത് ഇവിടുത്തെ ബാൽക്കണിയാണ്. ബാൽക്കണി കുറച്ച് ഡിഫറെന്റ് ആയിട്ടാണ് ചെയ്തിരിക്കുന്നത്. ഈ ഒരു ഡോർ തുറന്ന് നമ്മൾ ഇങ്ങോട്ട് വരുന്ന സമയത്ത് ബാൽക്കണി ആണെങ്കിൽ പോലും നമുക്കിത് കവേർഡ് ആയിട്ടൊരു ഡോർ വെച്ചിട്ടാണ് ചെയ്തിരിക്കുന്നത്. വലിയൊരു സർക്കിൾ ആണ് ഇവിടെ കൊടുത്തിരിക്കുന്നത്. ഇവിടെ നമുക്കൊരു ഡോറ് കിട്ടുന്നുണ്ട്. അത്യാവശ്യം എന്തെങ്കിലുമൊക്കെ നമുക്ക് സൂക്ഷിക്കാനൊക്കെ ഈ ഒരു ഏരിയ യൂസ് ചെയ്യാം. അതുകൂടാതെ ഈ ഒരു ഡോർ തുറന്നാൽ നമ്മൾ വരുന്നത് ഇവിടുത്തെ ഓപ്പൺ ബാൽക്കണി സ്പേസിലേക്കാണ്. അത്യാവശ്യത്തിന് നല്ലൊരു ഏരിയ നമുക്ക് ഇവിടെ ബാൽക്കണിയിൽ കിട്ടുന്നുണ്ട്. ഇതിന്റെ സൈഡൊക്കെ നോക്കിയാൽ കാണാം കംപ്ലീറ്റ് ആയിട്ട് സ്റ്റെയിൻലെസ് സ്റ്റീലിന്റെ ഔട്ടർ ഫ്രെയിമിനകത്ത് നമുക്ക് ടഫിന്റെ ഗ്ലാസ് ഇട്ടിട്ടാണ് ഇത് കവർ ചെയ്തിരിക്കുന്നത്. ഓപ്പൺ ആയിട്ടാണ് ഈ കാണുന്ന ബാൽക്കണി സ്പേസ് നമുക്ക് കിട്ടുന്നത്. നല്ലൊരു ഏരിയ തന്നെയുണ്ട്. നമ്മുടെ വീടിന്റെ ഫ്രണ്ടിലേക്കാണ് നമുക്ക് ഇവിടെ നിൽക്കുന്ന സമയത്ത് വിസിബിലിറ്റി കിട്ടുന്നത്. ഇന്ന് നമ്മൾ പരിചയപ്പെട്ട വീട് സ്ഥിതി ചെയ്യുന്നത് എറണാകുളം ജില്ലയിൽ ഇടപ്പള്ളിക്ക് അടുത്ത് മഞ്ഞുമൽ എന്ന് പറയുന്ന സ്ഥലത്താണ്. മഞ്ഞുമൽ എല്ലാവർക്കും അറിയാം. ഇപ്പോൾ ഈ ഇടയ്ക്കൊക്കെ വളരെ ഫേമസ് ആയ സ്ഥലമാണ് മഞ്ഞുമൽ എന്ന് പറയുന്നത്. ഇവിടെ നിന്ന് നമുക്ക് അമൃത ഹോസ്പിറ്റലിലേക്കും ആസ്റ്റർ മെഡിസിറ്റിയിലേക്കൊക്കെ വെറും 4 കിലോമീറ്റർ മാത്രമാണ് ദൂരം വരുന്നത്. എല്ലാ സ്ഥലങ്ങളിലേക്കും ഇടപ്പള്ളിയിലേക്കാണെങ്കിലും എറണാകുളത്തേക്ക്, എയർപോർട്ടിലേക്ക്, കാക്കനാടേക്ക് എല്ലായിടത്തേക്കും വളരെ ഈസി ആയിട്ട് ആക്സസ് ഉള്ള ഒരു സ്ഥലമാണ് മഞ്ഞുമൽ എന്ന് പറയുന്നത്. വളരെ ഭംഗിയായൊരു വീടാണ് നമ്മൾ കണ്ടത്. ഈ വീടിന്റെ ബാക്കി ഒരു ഡീറ്റെയിൽ ഞാൻ ഒന്നുകൂടെ റിപ്പീറ്റ് ചെയ്ത് പറയാം. ഈ കാണുന്ന വീട് സ്ഥിതി ചെയ്യുന്നത് 4.4 സെന്റ് ലാൻഡിലാണ്. 2100 ആണ് ഇതിന്റെ സ്ക്വയർ ഫീറ്റ് വരുന്നത്. 4 ബെഡ്റൂമുകളിലായിട്ടാണ് ഈ കാണുന്ന വീട് ചെയ്തിരിക്കുന്നത്. 2 വാഹനങ്ങൾ പാർക്ക് ചെയ്യാനുള്ള സ്പേസ് കിട്ടുന്നുണ്ട്. നമുക്ക് വെള്ളത്തിനായിട്ട് ഇവിടെ കിണറുണ്ട്. അതുകൂടാതെ KW കൂടെയാണ് മറ്റൊരു ഓപ്ഷൻ ആയിട്ടുള്ളത്. ഇവിടെ അടുത്തൊരു വീടിന് കൂടി പണി പൂർത്തിയായിട്ട് വരുന്നുണ്ട്. അതുകൂടാതെ ബാക്കി വേക്കൻ്റായി കിടക്കുന്ന ലാൻഡുകളിലെല്ലാം ഓരോരോ വീടുകൾ ഇനി അപ്കമിംഗ് ആയിട്ട് നടന്നുകൊണ്ടിരിക്കുകയാണ് വർക്കുകളൊക്കെ. അപ്പൊ നല്ലൊരു ഏരിയയിൽ തന്നെയാണ് നമ്മളിത് പരിചയപ്പെട്ട വീട് സ്ഥിതി ചെയ്യുന്നത്. ഈ കാണുന്ന മനോഹരമായ വീടിന് ഉദ്ദേശിക്കുന്ന പ്രൈസ് 95 ലക്ഷം രൂപയാണ്. തീർച്ചയായിട്ടും നെഗോഷ്യബിൾ ആണ്. 95 lakhs എന്നുള്ള ഇതിന്റെ പ്രൈസ് തീർച്ചയായിട്ടും നെഗോഷ്യബിൾ ആണ്. ഈ വീട് സ്വന്തമാക്കാൻ ആഗ്രഹിക്കുന്നവർ എത്രയും പെട്ടെന്ന് തന്നെ മാർബിൾ ഹോംസിന്റെ സ്ക്രീനിൽ കാണുന്ന നമ്പറുകളിലേക്ക് വിളിക്കുക. അടുത്തൊരു മനോഹരമായ വീടിന്റെ വിശേഷങ്ങളുമായി കാണുന്നത് വരേക്കും എല്ലാവർക്കും ബൈ.